discuss about the method of reduction of order. അപ്പോൾ നമ്മൾ റിഡക്ഷൻ ഓഫ് ഓർഡർ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ കാണുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? നമ്മൾ മുന്നേ കണ്ടു. ഏത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും അതിന്റെ ജനറൽ സൊല്യൂഷന്റെ ഫോം എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? വി സോ ദാറ്റ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഹോമോജീനിയസ് ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? a2 of x y double dash plus a1 of x y dash plus a0 of x y equal to 0 was a linear combination c1 y1 of x plus c2 y2 of x, where y1 and y2 are solutions that constitute a linearly independent set on some interval I. അപ്പോൾ y1 y2 എന്ന് പറഞ്ഞത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് സൊല്യൂഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യാം? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും? ഇവിടെ a2 of x കൊണ്ട് ഡിവൈഡ് ചെയ്യും. Let us divide equation 1 by a2 of x to put it in the standard form. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ y ഡബിൾ ഡാഷ് ഉണ്ടാവുള്ളൂ. ഇവിടെ a1 of x by a2 of x, അതിനെ നമ്മൾ p of x എന്ന് കൊടുത്തു. y ഡാഷ് പ്ലസ് a0 of x by a2 of x നെ q of x എന്ന് കൊടുത്തു, ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ്. where p of x and q of x are continuous on some interval I. p of x ഉം q of x ഉം കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയിരിക്കും സം ഇന്റർവെൽ I. ഇനി നമ്മൾ സൊല്യൂഷൻ കാണാനായിട്ട് നോക്കുകയാണ്. ഈ ഫോമിലേക്ക് ആക്കുക. ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഈ ഫോമിലേക്ക് ആക്കുക. അതിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സപ്പോസ് ഇതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം, y1. സപ്പോസ് വി ക്യാൻ ഫൈൻഡ് വൺ നോൺ സീറോ സൊല്യൂഷൻ y1 of x. y1 of x എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സൊല്യൂഷൻ എന്തായിരിക്കണം? y1 ഉം y2 ആണ് രണ്ടാമത്തെ സൊല്യൂഷൻ എങ്കിൽ y1 ഉം y2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം അല്ലെ? y1ന്റെ ലീനിയർ കോമ്പിനേഷൻ ആവാൻ പാടില്ല. y1 y2 തമ്മിൽ കോൺസ്റ്റന്റ് ഡിഫറൻസ് ഉണ്ടായ പോരാ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം. അപ്പൊ നമ്മൾ സപ്പോസ് y2 എന്ന് പറയുന്നത് എന്തെടുക്കുക? സം u of x into y1 of x ആയിട്ട് എടുക്കുക. സപ്പോസ് y2 of x equal to u of x into y1 of x. കാരണം y2ന്റെ y1ന്റെ റേഷ്യോ കോൺസ്റ്റന്റ് ആവാൻ പാടില്ല, ഫങ്ഷൻസ് ഓഫ് x ആവാം. അപ്പോൾ y2 of x എന്ന് പറയുന്നത് u of x into y1 of x ആയിട്ട് എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? y2 എന്ന് പറയുന്നത് u into y1 ആയതുകൊണ്ട് നമുക്ക് y2 ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും? രണ്ടും എക്സിന്റെ ഫങ്ഷൻസ് ആയതുകൊണ്ട് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. u ഡാഷ് ഇൻറ്റു y1 പ്ലസ് u ഇൻറ്റു y1 ഡാഷ്. അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും? y ഡബിൾ ഡാഷ് y2 ഡബിൾ ഡാഷ് u ഡബിൾ ഡാഷ് y1 പ്ലസ് y1 ഇൻറ്റു അല്ല u ഡാഷ് ഇൻറ്റു y1 ഡാഷ്. ഇവിടെയാണെങ്കിൽ u ഡാഷ് ഇൻറ്റു y1 ഡാഷ് പ്ലസ് u ഇൻറ്റു y1 ഡബിൾ ഡാഷ്. അപ്പൊ രണ്ട് പ്രാവശ്യം u ഡാഷ് y1 ഡാഷ് വരും പ്ലസ് u ഡാഷ് y1 ഡാഷ് അല്ല u y1 ഡബിൾ ഡാഷ്. അപ്പൊ ഇങ്ങനെ വരും. y2 ഡാഷും y2 ഡബിൾ ഡാഷും കിട്ടി. ഇനി എന്ത് ചെയ്യുക? If y2 is a solution of equation number 2, ഇത് equation number 2 ആണ്. equation number 2 നമുക്ക് എന്ത് എഴുതാം? y2 ഡബിൾ ഡാഷ്, yക്ക് പകരം y2 ഡബിൾ ഡാഷ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും?
y2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് u ഡബിൾ ഡാഷ് y1 പ്ലസ് 2u ഡാഷ് y1 ഡാഷ് പ്ലസ് u y1 ഡബിൾ ഡാഷ് പ്ലസ് p of x into u dash y1 plus u y1 dash plus q of x into u y1 equal to 0. ഇനി യു ഡബിൾ ഡാഷിന്റെ ടേം എല്ലാം യുവിന്റെ ടേമുകളൊക്കെ അങ്ങനെ ഒരുമിച്ചെടുക്കാം. യു ഡബിൾ ഡാഷിന്റെ ടേം എടുത്തു, യു ഡബിൾ ഡാഷ് y1 പ്ലസ് ഇനി യു ഡാഷിന്റെ ടേം, യു ഡാഷ് ഇവിടെ വരുന്നുണ്ട് അല്ലേ, പിന്നെ എവിടെയാ യു ഡാഷിന്റെ കൂടെ ഉള്ളത് 2y1 ഡാഷ് പിന്നെ പ്ലസ് പി ഓഫ് എക്സ് y1 അത്രേ ഉള്ളൂ അല്ലേ, പ്ലസ് ഇനി യുവിന്റെ കൂടെ ഉള്ളത് y1 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് y1 ഡാഷ് പ്ലസ് q of x y1 equal to 0. അപ്പോൾ y1 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് y1 ഡാഷ് പ്ലസ് q of x y1 എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? y1 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഈ yക്ക് പകരം y1 ഇട്ട് കൊടുത്താൽ y1 ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് y1 ഡാഷ് പ്ലസ് q of x y1 ഈക്വൽ ടു 0 ആയല്ലേ കിട്ടുക. അപ്പം അതുപോലെ അതുകൊണ്ട് ഈ ടേം നമ്മുടെ 0 ആയിപ്പോൾ, ഈ ടേം 0 ആയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ അല്ലേ? Since y1 is the solution of the differential equation number 2, y1 double dash plus p of x y1 dash plus q of x y1 equal to 0. Hence the equation number 3 becomes u double dash y1 plus u dash 2 y1 dash plus p of x y1 equal to 0. അപ്പോൾ ഇത് u ഡബിൾ ഡാഷിന്റെ ടേമിലുള്ള ഒരു ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് മാറ്റി എഴുതാനൊക്കെ പറ്റും. നോക്കാം. അപ്പോൾ നമ്മുടെ ആ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയാൽ ദാറ്റ് ഈസ് y1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൊത്തം. യു ഡബിൾ ഡാഷ് പ്ലസ് യു ഡാഷ് ഇൻറ്റു 2y1 ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് y1 ഡിവൈഡഡ് ബൈ y1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ യു സോൾവ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫോമിലേക്ക് ആക്കിയിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതിനെ എന്ത് ചെയ്യുക? പുട്ട് യു ഡാഷ് ഈക്വൽ ടു ക്യാപിറ്റൽ യു എടുക്കുക. യു ഡാഷ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ യു ആണെങ്കിൽ യു ഡബിൾ ഡാഷ് ക്യാപിറ്റൽ യു ഡാഷ് വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? യു ഡാഷ് പ്ലസ് 2y1 dash plus p of x y1 by y1 into u equal to 0. അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ആയിട്ട് മാറി. ദാറ്റ് ഈസ് u dash plus 2y1 dash by y1 പ്ലസ് ഇവിടെ y1 ഉം y1 ഉം കട്ടായി പോയി കഴിഞ്ഞാൽ p of x u equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് ദിസ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, റെഡ്യൂസ്ഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ബൈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ du by dx ആണിത്. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? du, ബാക്കിയുള്ളത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഉണ്ടാവും. പിന്നെ ആ യു ഇങ്ങോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ du by u equal to minus 2y1 dash by y1 plus p of x dx എന്ന് കിട്ടും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് ഇവിടെ ലോഗ് മോഡ് യു, ഇവിടെ -2 എടുത്തു,
y1ന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് വരും? അതിന്റെ ഇന്റഗ്രേഷൻ ലോഗ് മോഡ് y1 വരും. പിന്നെ ഇവിടെ മൈനസ് ഉണ്ട്, പി ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഇനി യു കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ ടേക്കിംഗ് എക്സ്പൊണൻഷ്യൽ വി ഗെറ്റ് യു ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -2 ഞാൻ ഇങ്ങോട്ട് എഴുതുക അല്ലേ, ലോഗ് y1 പവർ -2 എന്ന് എഴുതാം. അപ്പൊ അതിന്റെ എക്സ്പൊണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ y1 പവർ -2 എന്ന് വെച്ചാൽ 1/y1 സ്ക്വയർ ഇൻറ്റു, ഇവിടെ പ്ലസ് ഒരു കോൺസ്റ്റന്റും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ കോൺസ്റ്റന്റിന്റെ എക്സ്പൊണൻഷ്യലിനെ ഞാൻ c1 ആയിട്ട് എടുത്തു. പിന്നെ ഇ പവർ മൈനസ് ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ക്യാപിറ്റൽ യു കിട്ടി. ക്യാപിറ്റൽ യു എന്ന് പറഞ്ഞാൽ യു ഡാഷ് ആണ് അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് സ്മോൾ ലെറ്റർ യു കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഫംഗ്ഷനെ ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ യു കിട്ടും. Then hence u equal to integral u dx which is equal to c1 പുറത്തെടുത്തു, ഇന്റഗ്രൽ 1/y1 സ്ക്വയർ ഇ പവർ മൈനസ് ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് അടുത്തൊരു കോൺസ്റ്റന്റ് ഉണ്ടാവും c2. അപ്പോൾ by choosing c1 equal to 1 and c2 equal to 0, a second solution of equation 2 is c1 c2 ഏതെങ്കിലും വാല്യൂ കൊടുക്കാം. c1 equal to 1 c2 equal to 0 കൊടുത്തു കഴിഞ്ഞാൽ y2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും y1 of x into u of x അല്ലേ, which is equal to y1 of x into integral 1/y1 of x square e power minus integral p of x dx into dx. ഇവിടെ ഒരു dx ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു dx. അപ്പൊ നമ്മുടെ ഇക്വേഷൻ y2 എന്ന് പറയുന്ന സൊല്യൂഷൻ ഇതാണ് കേട്ടോ. y1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ y2 എന്ന് പറയുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇതാണ്. അപ്പോൾ ഈ മെത്തേഡിനെയാണ്, this method of finding y2 is known as method of reduction of order. അപ്പോൾ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ ഫസ്റ്റ് ഓർഡർ ഫോമിലേക്ക് മാറ്റിയിട്ട് സോൾവ് ചെയ്ത് പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. നമുക്ക് രണ്ട് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലം ഇതാണ്: using the method of reduction of order, finding the general solution of the differential equation x square y double dash minus 5xy dash plus 9y equal to 0 on the interval 0 infinity, given that y equal to x cube is a solution. അപ്പോൾ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുള്ളതാണ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 5xy ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു 0. ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, y1 ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ് തന്നിട്ടുണ്ട്. ഗിവൺ y1 ഈക്വൽ ടു എക്സ് ക്യൂബ് is a solution of the differential equation. ലെറ്റ് അപ്പോൾ y2 എന്ന് പറയുന്നത് വരും y2 ഈക്വൽ ടു u y1 ആയിട്ട് എടുക്കുക. അപ്പോൾ u ഇൻറ്റു എക്സ് ക്യൂബ്, where u is a function of x, where u is a function of x, be the second solution of the given differential equation. അപ്പോൾ അത് y1 ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമ്മൾ y2 ഡാഷ് y2 ഡബിൾ ഡാഷ് ഒക്കെ കണ്ടുപിടിക്കണം. y2 ഡാഷ് എന്ന് പറഞ്ഞത് u dash y1 plus u y1 dash ആണ്, which is equal to x cube u dash plus x cube ന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ u. y2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് u ഡബിൾ ഡാഷ് y1 plus 2u dash y1 dash
പ്ലസ് യു y1 ഡബിൾ ഡാഷ്. യു y1 ഡബിൾ ഡാഷ് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്. യു ഡബിൾ ഡാഷ് y1 എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് യു ഡബിൾ ഡാഷ് പ്ലസ് y1 ഡാഷ് എന്ന് പറയുമ്പോൾ 3x സ്ക്വയർ. അപ്പോൾ 3 × 2 6 എക്സ് സ്ക്വയർ യു ഡാഷ് പ്ലസ് y1 ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ 6x വരും. 6x യു. y2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട്. If y2 is a solution of the given differential equation, we must have x square y2 double dash minus 5xy2 dash plus 9y2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ ഇൻറ്റു y2 ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് യു ഡബിൾ ഡാഷ് പ്ലസ് 6x സ്ക്വയർ യു ഡാഷ് പ്ലസ് 6x യു മൈനസ് 5x ഇൻറ്റു y2 ഡാഷ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് യു ഡാഷ് പ്ലസ് 3x സ്ക്വയർ യു പ്ലസ് 9y2 എന്ന് പറയുന്നത് യു എക്സ് ക്യൂബ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്നിട്ട് യു ഡബിൾ ഡാഷിൻ്റെ ടൈം ഒരുമിച്ചെടുക്കുക, യു ഡാഷിൻ്റെ ടൈം ഒരുമിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ എന്തായി നോക്കാം. യു ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ഒരുമിച്ചെടുക്കുക ആദ്യം. അല്ല, യു ഡബിൾ ഡാഷിൻ്റെ ഫസ്റ്റ് യു ഡബിൾ ഡാഷ്, അതിൻ്റെ കൂടെയുള്ളത് എന്തൊക്കെയാ? എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് പവർ 5. യു ഡബിൾ ഡാഷ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേറെ എവിടെയും യു ഡബിൾ ഡാഷ് ഇല്ല. അപ്പം ഇങ്ങനെ കിട്ടി. പ്ലസ് യു ഡാഷിൻ്റെ ടൈം. യു ഡാഷിൻ്റെ ടൈം വരുന്നത് 6x പവർ 4. എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താണ്. പിന്നെ അടുത്തതിൽ മൈനസ് 5x പവർ 4 ഇവിടെ അല്ലേ, എക്സ് പവർ 4. പിന്നെ യുവിൻ്റെ ടൈമാണ് പ്ലസ് യു ഇൻറ്റു 6x ക്യൂബ് മൈനസ് 5 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 15x ക്യൂബ് അല്ലേ. ഇവിടെ എക്സ് സ്ക്വയർ യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സും എക്സ് സ്ക്വയറും കൂടെ എക്സ് ക്യൂബ്. പിന്നെ 9 യു എക്സ് ക്യൂബ്, യു ഇവിടെ എടുത്തല്ലോ, ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, മൈനസ് 15ഉം 9ഉം 6ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. 15 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോയി. അപ്പോൾ ഈ ടൈമിൻ്റെ ഇത് 0 ആയിപ്പോയി. ബാക്കിയുള്ളത് യു ഡബിൾ ഡാഷ് എക്സ് പവർ 5 പ്ലസ് യു ഡാഷ് ഇൻറ്റു 6x പവർ 4 മൈനസ് 5x പവർ 4 എന്ന് കിട്ടും, എക്സ് പവർ 4. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇത്രയായിട്ട് സിംപ്ലിഫൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്താലുള്ള ആൻസർ ആവും അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഇത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക. യു ഡബിൾ ഡാഷ് പ്ലസ് ഞാൻ എക്സ് പവർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൊത്തത്തിൽ. ഇവിടെ യു ഡാഷ് ബൈ ഒരു എക്സ് ഉണ്ടാവും, ഈക്വൽ ടു 0. ഇനി പുട്ടിങ് യു ഡാഷ് ഈക്വൽ ടു ക്യാപിറ്റൽ യു in the above differential equation, we get u double dash ന് പകരം u dash 1 by x u dash എന്ന് പറഞ്ഞാൽ capital U equal to 0, which implies ഇതിന് du by dx equal to minus 1 by x u now. ഇങ്ങോട്ട് കൊണ്ടുപോയി വേരിയബിൾ സെപ്പറബിൾ ചെയ്ത് കഴിഞ്ഞാൽ du by u equal to minus 1 by x dx. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ലോഗ് മോഡ് യു ഈക്വൽ ടു -1/xന്റെ ഇൻ്റഗ്രേഷൻ ലോഗ് മോഡ് എക്സ് അല്ലേ? ലോഗ് മോഡ് എക്സ് -1/xന്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് വരും. മൈനസ് ഉണ്ട് ഇവിടെ, പ്ലസ് ഒരു കോൺസ്റ്റന്റ്. ലോഗ് മോഡ് യു എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇനി നമുക്ക് യുവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡാഷ് ആണ് അല്ലേ? ലോഗ് മോഡ് യു. ഇനി എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യുവിൻ്റെ ടൈമിലുള്ള ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇതിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. ഒരുമിച്ച് കൊണ്ടുവന്നാൽ എന്ത് വരും? ലോഗ് മോഡ് യു പ്ലസ് ലോഗ് മോഡ് എക്സ് ഈക്വൽ ടു, ഞാൻ ആ കോൺസ്റ്റന്റിന് 0 ഇട്ട് കൊടുത്തു, ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്ക് യു ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ലോഗ് യു എക്സ് എന്ന് എഴുതാലോ. എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യു എക്സ് ഈക്വൽ ടു ഇ പവർ 0 1. യു എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ യു ഈക്വൽ ടു 1/x എന്ന് കിട്ടി. ക്യാപിറ്റൽ യു എന്ന് പറയുന്നത് 1/x എന്ന് കിട്ടി. ഇനി സ്മോൾ യു കണ്ടുപിടിക്കണം. therefore യു ഈക്വൽ ടു ഇൻ്റഗ്രൽ യു ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/x dx വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ലോഗ് മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. therefore the second solution of the given differential equation on the interval 0 infinity which is independent of y1 is y2 of x അല്ലേ? y2 of x ആണ്, which is equal to u into y1 ആണ്. u എന്ന് പറയുന്നത് log x ആണ്, y1 എന്ന് പറഞ്ഞാൽ x ക്യൂബ് log x എന്ന് കിട്ടും. Hence the general solution of the given differential equation on the interval is എന്ത് വരും? ജനറൽ സൊല്യൂഷൻ എന്ത് വരും? c1y1 plus c2y2 is y of x equal to c1y1 plus c2y2 which is equal to c1x cube plus c2 into x cube log x ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. അതെങ്ങനെയാണ്? ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ y2 കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ p of x എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താ? നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് മൈനസ് 5xy ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ p of x ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. അപ്പോൾ y ഡബിൾ ഡാഷ് മൈനസ് 5 എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5/x y ഡാഷ് പ്ലസ് 9/x സ്ക്വയർ y ഈക്വൽ ടു 0. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ ഇവിടെ p of x എന്ന് പറയുന്നത് -5/x, q of x എന്ന് പറയുന്നത് 9/x സ്ക്വയർ ആണ്. അപ്പോൾ ഇനി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? y2 കാണാനുള്ള ഇക്വേഷൻ y2 ഈക്വൽ ടു ഇവിടെ y1 ഇൻറ്റു ഇൻ്റഗ്രൽ y1 സ്ക്വയർ ഇ പവർ മൈനസ് ഇൻ്റഗ്രൽ p of x dx ഇൻറ്റു dx ഇതായിരുന്നു അല്ലേ? അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ y1 എന്ന് പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് അറിയാം, എക്സ് ക്യൂബ് ആണ്. 1/x ക്യൂബ് ഇ പവർ മൈനസ് 5 ഞാൻ പുറത്തെടുത്തു. 1/xന്റെ ഇൻ്റഗ്രേഷൻ ലോഗ് മോഡ് എക്സ് ഡി എക്സ്. ഇത് ചെയ്തുള്ള നമ്മുടെ ആൻസർ കിട്ടും. എക്സ് ക്യൂബ് ഇൻ്റഗ്രൽ 1/x ക്യൂബ്
ഇവിടെ ഇ പവർ ലോഗ് എക്സ് പവർ -5 എന്ന് എഴുതാം അല്ലേ. അപ്പൊ അതെന്ന് വെച്ചാൽ എന്ത് കിട്ടും? എക്സ് പവർ -5 എന്ന് കിട്ടും. എക്സ്പൊണൻഷ്യലും ലോഗും കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് പവർ 5നെ നമുക്ക് താഴേക്ക് കൊണ്ടുവന്നൂടെ? എക്സ് പവർ 5നെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1/x⁸ ആവും. 5ഉം 3യും കൂടെ 8 ആയി. ഇവിടെ ഇതിന്റെ സ്ക്വയർ വേണമായിരുന്നു അല്ലേ? സ്ക്വയർ y1 സ്ക്വയർ, y1 എന്ന് പറഞ്ഞാൽ x3, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 വരും. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എക്സ് പവർ 6ഉം എക്സ് പവർ -5ഉം അതും കൂടെ ആഡ് ചെയ്താൽ 11 ആയിട്ടോ. അപ്പൊ ഇവിടെ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഇ പവർ മൈനസ് ഇന്റഗ്രൽ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ -5/x ആണ്. അപ്പൊ അവിടെ പ്ലസ് ആയിട്ടോ. അപ്പൊ എക്സ് പവർ 5 തന്നെയാണ് മുകളിലുള്ളത്. എക്സ് പവർ 5/x⁻6 വന്നു. അപ്പൊ 1/x ആയി മാറി. 1/xന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോഗ് എക്സ് വരും. x³ log x ആണ് y2. കിട്ടിയില്ലേ? ശ്രദ്ധിക്കണം, മൈനസും പ്ലസും ഒന്നും മാറിപ്പോവരുത്. അപ്പൊ എനിക്കിവിടെ മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ y2 ഡയറക്റ്റ് കിട്ടും, ഇക്വേഷൻ അറിയുമെങ്കിൽ മാത്രം. അപ്പൊ നമ്മൾ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ശരിയാണെന്ന് അറിയാൻ ഇത് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് എ കർവ് ത്രൂ ദ ഒറിജിൻ ഇൻ ദ xy പ്ലെയിൻ which satisfies y double dash equal to 2y dash and whose tangent at the origin has slope 1. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേർവ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന xy പ്ലെയിനിലുള്ള കേർവ് കണ്ടുപിടിക്കണം. ആ കേർവ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പിന്നെ അതിന്റെ ടാൻജന്റിന്, ഒറിജിനിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് 1 ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് കൂടാതെ ഇനിഷ്യൽ കണ്ടീഷൻസും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം ഡയറക്റ്റ് സോൾവ് ചെയ്യാം അല്ലേ. y ഡബിൾ ഡാഷ് ഈക്വൽ ടു 2y ഡാഷ് എന്ന് വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാം. മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ചിട്ട് ചെയ്താൽ മതി. ഗിവൺ y ഡബിൾ ഡാഷ് ഈക്വൽ ടു 2y ഡാഷ്. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എടുത്തു നോക്കൂ. ഇപ്പൊ റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ e പവർ 2x ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് വരും? 2e പവർ വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് 4e പവർ 2x വരും. അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ e പവർ 2x ആണ് എൻ്റെ സൊല്യൂഷൻ ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ലെറ്റ് y ഈക്വൽ ടു, അപ്പോൾ അത് y1 ആയിട്ട് എടുത്തു e പവർ 2x. അപ്പോൾ y2 എന്ന് പറയുന്നത് u ഇൻറ്റു e പവർ 2x. എന്നിട്ട് ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ നമുക്കറിയാലോ. സോൾവ് ചെയ്തെടുക്കാം എന്ന് വെച്ചാൽ y2ന്റെ ഡബിൾ ഡാഷും y2 ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക നേരത്തെ ചെയ്ത പോലെ. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. y ഈക്വൽ ടു y2 എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഇതാണ്. uy1 എന്ന് വെച്ചാൽ -1/2 ആണ് കിട്ടുന്നത്. -1/2 ആണ് ഇവിടെ ആൻസർ കിട്ടുക. അപ്പൊ ഞാൻ c1y1 പ്ലസ് c2y2 എന്നാണല്ലോ സൊല്യൂഷൻ എഴുതേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു c1 ഇൻറ്റു e പവർ 2x മൈനസ് 1/2 c2. ഇതാണ് എൻ്റെ സൊല്യൂഷൻ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കേർവ് കണ്ടുപിടിക്കണം അല്ലെ. y എന്ന് പറയുന്നതാണ് കേർവിന്റെ ഇക്വേഷൻ. പക്ഷെ c1 c2 എന്ന് പറഞ്ഞ രണ്ട് കോൺസ്റ്റന്റുകൾ ഉണ്ട്. ആ കോൺസ്റ്റന്റും കൂടെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് എ കർവ് ത്രൂ ദ ഒറിജിൻ ഇൻ ദ xy പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താ വെച്ചാല്
കർവ് പാസസ് ത്രൂ ദ ഒറിജിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. XY പ്ലെയിനിൽ കർവ് പാസസ് ത്രൂ ദ ഒറിജിൻ ആണ് എന്ന് വെച്ചാൽ y ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ടാൻജന്റ് അറ്റ് ദ ഒറിജിൻ ഹാസ് സ്ലോപ്പ് 1. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്, y ഡാഷ് ആണ്. ടാൻജന്റ് അറ്റ് ദ ഒറിജിൻ ഹാസ് സ്ലോപ്പ് എത്രയാ? ടാൻജന്റ് അല്ല, സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ് y ഡാഷ്. സ്ലോപ്പ് അറ്റ് ഒറിജിൻ എന്ന് പറയുന്നത് y ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? സ്ലോപ്പ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ രണ്ട് കണ്ടീഷനും കൂടെ അതിൽ അപ്ലൈ ചെയ്യാം. y ഓഫ് 0 എന്ന് പറഞ്ഞാൽ c1 e പവർ 0 1 കിട്ടും, -1/2 c2 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ c1 ഈക്വൽ ടു 1/2 c2. അടുത്ത y ഡാഷ് ഓഫ് 0, y ഡാഷ് കണ്ടുപിടിക്കുക. എന്ത് വരും? 2c1 e പവർ 2x. അതാണ് y ഡാഷ് വരിക അല്ലേ. അപ്പൊ y ഡാഷ് ഓഫ് 0 കൊടുക്കുക. ഇത് y ഡാഷ് ആണ്. y ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ e പവർ 0 വരും. അപ്പൊ 2c1 ഈക്വൽ ടു 1 കിട്ടും. എന്ന് വെച്ചാൽ c1 എന്ന് പറയുന്നത് 1/2 കിട്ടും. അപ്പൊ ഇവിടെ c1 1/2 കൊടുത്തു കഴിഞ്ഞാൽ c2 എന്ത് കിട്ടണം? 1. അപ്പൊ c1 1/2, c2 1 കിട്ടും. അപ്പൊ ഹെൻസ് ദ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് കർവ് എന്ന് പറയുന്നത് എന്ത് വരും? ഈ c1 പകരം 1/2 1/2 e പവർ 2x മൈനസ് c2 എന്ന് പറയുന്നത് 1. അപ്പൊ ഇങ്ങനെ കിട്ടും 1/2 ഇൻറ്റു e പവർ 2x മൈനസ് 1. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ചിട്ട് ആദ്യം സോൾവ് ചെയ്യണം. ഇത് ഡയറക്റ്റ് സൊല്യൂഷൻ എഴുതി വെക്കരുത്. ഞാൻ അവിടെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരെണ്ണം ചെയ്ത് നോക്കുക. അപ്പോൾ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ വെച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതായിരിക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുക. അതിനുശേഷം നമുക്ക് ആ രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. കർവ് പാസസ് ത്രൂ ദ ഒറിജിൻ എന്ന് പറഞ്ഞതുകൊണ്ട് y ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. 0 0 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടാൻജന്റിൽ ഒറിജിനിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് 1 ആണ്. എന്ന് വെച്ചാൽ y ഡാഷ് ഓഫ് 0 1 ആണ്. സ്ലോപ്പ് ആണെങ്കിൽ ഇക്വേഷൻ ഡെറിവേറ്റീവ് ആണ്. അറ്റ് ഒറിജിൻ ആയതുകൊണ്ട് 0 ആണ് അല്ലേ. y ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1. അങ്ങനെ c1 c2 നമുക്ക് ആ രണ്ട് ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഇക്വേഷൻ ഓഫ് ദ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും 1/2 ഇൻറ്റു e പവർ 2x മൈനസ് 1. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ മെത്തേഡ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എക്സസൈസ് പ്രോബ്ലത്തിലുണ്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും തരുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തതൊക്കെ ഇനിയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒത്തിരി ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം.